കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ബി.ജെ.പിയോടുള്ള അമർഷം സഭയ്ക്കുള്ളിൽ പുകയുകയാണ്. ബി.ജെ.പി സർക്കാർ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾ 8 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് പ്രോസിക്യൂഷൻ നിലപാട് മൂലമാണെന്ന വസ്തുത മറക്കാൻ കഴിയില്ല എന്നാണ് ക്രൈസ്തവ പുരോഹിതർ പറയുന്നത്. ബി.ജെ.പിയെ പിന്തുണച്ച ജോസഫ് പാംപ്ലാനിയുടെ നിലപാട് സഭയുടെ നിലപാടല്ല എന്നും ക്രൈസ്തവ മേലധ്യക്ഷന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ മതപരിവർത്തന നിയമവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഒരാഴ്ചയോളം അകാരണമായി ജയിലിലടയ്ക്കപ്പെട്ട ഈ 2 സമർപ്പിതർക്കും ജാമ്യം ലഭ്യമായാലും തുടർന്നും നിയമക്കുരുക്കുകളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ്. മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന് മോചനത്തിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും കേന്ദ്ര ഗവൺമെന്റോ ഛത്തീസ്ഗഡിലെ സർക്കാരോ എടുത്തിട്ടില്ല എന്നത് തീർത്തും നിരാശാജനകമാണ്. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ച് നിർത്താനുള്ള രാഷ്ട്രീയ നിഗൂഢ അജണ്ടതയുടെ ഭാഗം തന്നെയാണ് ഇവയൊക്കെയെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വിവരങ്ങളുമായി നടരാജ് പരശുറാമൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സെല്ലബ്ദിൻ എന്നിവർ ചേരുന്നു. നടരാജ്, ഇന്ന് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ അതിലുണ്ടായ നടപടികളിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ ഇടയലേഖനം വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ രൂക്ഷമായ വിമർശനം തന്നെയാണോ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളത്? വലിയ വിമർശനമാണ് ഇടയലേഖനത്തിലുള്ളത് എന്ന് പറയാം. ഇരിങ്ങാലക്കുട രൂപതയുടെ പള്ളികളിലാണ് രൂപത അധ്യക്ഷന്മാർ പോളി കള്ളൂക്കാടന്റെ ഇടയലേഖനം വായിച്ചത്. ജാമ്യം ലഭ്യമായാലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണെന്ന് ഇടയലേഖനത്തിൽ പറയുന്നു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടില്ല. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നത് നിരാശാജനകമാണെന്നും പറയുന്നുണ്ട്. രാജ്യത്തെ നിയമങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരായ വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നതും അന്യായമായി തടവിൽ വെക്കുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും എതിർക്കപ്പെടണം എന്നും ഇടയലേഖനത്തിൽ പറയുന്നു. ഒപ്പം ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകളെ മുളയിലെ നിയന്ത്രിക്കണമെന്നും ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഓഗസ്റ്റ് 1 ഇത്തരത്തിൽ ഇടയലേഖനം വായിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഇതിൽ മാറ്റമുണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ മാറ്റമുണ്ടായില്ല. ഈ ഇടയലേഖനം വായിക്കാനുള്ള തീരുമാനവുമായി സഭ മുന്നോട്ട് പോവുകയായിരുന്നു. അത് തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം തുടരാനുള്ള സഭയുടെ തീരുമാനത്തിന്റെ സൂചന തന്നെയാണ്. ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു സഭകളും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂർ രൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ വിഷയത്തിലുള്ള വലിയ നിരാശ പ്രകടമാക്കിയിരുന്നു. അദ്ദേഹം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നന്ദി സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ഇത്തരമൊരു സംഭവം ഉണ്ടായതിനെ വലിയ നിരാശ അദ്ദേഹം മറച്ചുവെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ജാമ്യം കിട്ടുകയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയ കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബി.ജെ.പി കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് വലിയ രീതിയിൽ അടുപ്പം കാണിക്കുകയും സഭാ നേതൃത്വത്തോട് അടുപ്പം പുലർത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു അറസ്റ്റ് ബി.ജെ.പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തന്നെ ഉണ്ടായത്. തുടർന്ന് പല ന്യായീകരണങ്ങളും പല ഡിഫൻസുകളും ഒക്കെ തന്നെ ബി.ജെ.പി മുന്നോട്ട് വെച്ചെങ്കിലും അതൊന്നും ക്രൈസ്തവ സമൂഹത്തിലോ പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിലോ സ്വീകാര്യമായിരുന്നില്ല. പിന്നീട് രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ടെത്തിക്കൊണ്ട് സഭാ നേതൃത്വത്തെ കാണുകയും കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും നിലപാട് വിശദീകരിക്കുകയുമായിരുന്നു. എന്നിട്ടും ജാമ്യം കിട്ടിയ ശേഷവും സഭയുടെ നിലപാടിൽ അയവില്ല എന്നുള്ളതാണ് ഇത്തരം ഇടയലേഖനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. ദിവ്യ. നടരാജ പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇക്കാര്യത്തിൽ സഭകൾ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലാണ് ഇന്ന് കേന്ദ്ര സർക്കാരിനെ അടക്കം രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇടയലേഖനം വായിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് കൂടിയുണ്ട്. സെയ്ഫ്, ഇക്കാര്യത്തിൽ ഈ ബി.ജെ.പിയുടെ ഇടപെടലുകളിൽ എങ്ങനെ ഉൾക്കൊള്ളണം എന്നതിൽ ക്രൈസ്തവ സഭകൾക്കുള്ളിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടോ? കാരണം ഇന്നലെ ജാമ്യം കിട്ടിയതിന് പിന്നാലെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി അതിനെ പിന്തുണയ്ക്കുകയും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയൊക്കെയാണല്ലോ രംഗത്തെത്തിയിട്ടുള്ളത്. മറ്റ് സഭകളുടെ നിലപാട് എന്താണിതിൽ? പാംപ്ലാനിയുടെ നിലപാട് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ മുഴുവൻ നിലപാടായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ വിവിധ സഭാ അധ്യക്ഷന്മാരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്, ദിവ്യ. കാരണം ഇതിന് കാരണക്കാരായ ആൾക്കാർ ആരാണ്? കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, അതിന് 8 ദിവസം അവർ ജയിലിൽ കിടന്നതിന് കാരണക്കാരായ ആൾക്കാർ ആരാണ് എന്നുള്ള ചോദ്യം അവർ മുന്നോട്ട് വെക്കുകയാണ്. കഴിഞ്ഞ ദിവസം KCBC അധ്യക്ഷനായ കർദിനാൾ ക്ലിമിസ് കത്തോലിക്ക ബാവയോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുമ്പോഴുമെല്ലാം അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നില്ല എങ്കിൽ പോലും
ഇതിന് കാരണക്കാരായ ആൾക്കാർ BJP-ക്കാരാണ് എന്നുള്ള ബോധ്യം ഈ സഭാധ്യക്ഷന്മാർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാംപ്ലാനി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത അവർക്കില്ല. എന്തിനാണ് ആ സമയത്ത് അങ്ങനെ അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത അവർക്കില്ല. പക്ഷേ ഭൂരിപക്ഷ സഭാധ്യക്ഷന്മാർക്കും ആ നിലപാടല്ല ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ക്രൈസ്തവ സഭയുമായിട്ട് അടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ആദ്യഘട്ട വിജയം എന്ന നിലയിലാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിലെ വിജയം, ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ BJP കാണുന്നത്. അത് BJP-ക്ക് ഒരു ഊർജ്ജം നൽകിയിരുന്നു. അതുകൊണ്ട് ക്രൈസ്തവ സഭകളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അരമനകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് കേക്കും മറ്റും കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇടുത്തി പോലെ ഈ സംഭവം ഉണ്ടാകുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ അതിനകത്ത് ഇടപെടുന്നു എന്ന പ്രതീതി വരുത്തി തീർക്കുന്നു. ജയിലിൽ അടച്ച കന്യാസ്ത്രീകളെ കാണാൻ വേണ്ടി അവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ എത്തിച്ചേരുന്നു. പിന്നീട് പ്രധാനമന്ത്രിയെ കണ്ടു എന്ന് പറയുന്നു. അമിത്ഷായെ കണ്ട് പ്രോസിക്യൂഷന്റെ നിലപാടിൽ അയവ് വരുത്തണം എന്നാവശ്യപ്പെടുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അനൂപ് ആന്റണി അടക്കമുള്ള ആൾക്കാർ ജയിലിന് മുന്നിലെത്തി ചില ഷോകൾ നടത്തുന്നു. ഇത് ഞങ്ങൾ ആണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള ഒരു ധ്വനി വരുത്തുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെച്ചത്. പക്ഷേ അവർ കൃത്യമായി പറയുന്നുണ്ട്, ഇവർ അങ്ങനെ ചെയ്താലും ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്, ഇവരെ അറസ്റ്റ് ചെയ്തത് ആരാണ്, ഇവർ 8 ദിവസം അകത്ത് കിടക്കാൻ കാരണക്കാരായത് ആരാണ്, പ്രോസിക്യൂഷന്റെ നിലപാട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇതെല്ലാം എതിർത്തത് ആരാണ്, അത് അവരുടെ സർക്കാർ തന്നെയാണ് എന്നുള്ള ബോധ്യം പാംപ്ലാനി ഒഴികെയുള്ള മറ്റ് സഭാധ്യക്ഷന്മാർക്കുണ്ട്. അത് എത്രത്തോളം പരസ്യമായി പറയും എന്ന് നമുക്കറിയില്ല. പക്ഷേ അവർ ഒരു പ്രതിഷേധം അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പാംപ്ലാനിയുടെ നിലപാടല്ല മറ്റ് സഭാധ്യക്ഷന്മാർക്ക് എന്നുള്ളതാണ് നമുക്ക് പൊതുവെ അവരോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്.